I'm ഡോക്ടർ അപർണ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖത്തിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സാധാരണ സെർവിക്കൽ സ്പോണ്ടൈലോസിസ്, IVDP എന്ന് പറയുന്ന അസുഖങ്ങളിലൊക്കെ ഇതേ സിംറ്റംസ് ആണ് കാണുന്നത്. അതിനെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? കൈ ഈ പൊസിഷനിൽ ഒരു 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. അപ്പൊ വേദന കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അത് കാർപ്പൽ ടണൽ സിൻഡ്രോം ആയിരിക്കും. അതുപോലെ തന്നെ ഈ പൊസിഷനിൽ 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് വേദന കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതും കാർപ്പൽ ടണൽ സിൻഡ്രോം ആയിരിക്കും. അതുപോലെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ചെയ്യാം. ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെന്റ്, കയ്യിൽ തരിപ്പോ മരവിപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കാം. പിന്നെ ആർത്രൈറ്റിസ്, ഡയബറ്റീസ്, പ്രഗ്നൻസി അതുപോലുള്ള കണ്ടീഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതിന്റെ പെയിന് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അലോപ്പതിയിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് സർജറിയാണ് പറയുന്നത്. നമ്മൾ ആയുർവേദ വിധിപ്രകാരം നോക്കുമ്പോൾ ഇതൊരു കഫവാതിക കണ്ടീഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് മുറിവെണ്ണ വെച്ചിട്ടുള്ള ബാൻഡേജ്, മുറിവെണ്ണ, ദാനന്തരം, അതുപോലെ പിണ്ടതൈലം, ഇതൊക്കെ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള രീതിയിൽ തൈലധാരകള്. ഇനി സിവിയർ കണ്ടീഷൻ ആണെങ്കിൽ അഗ്നികർമ്മം പോലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് ചെയ്യാം. കൂടുതൽ ആയുർവേദ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക തത്വ ആയുർവേദ ഹോസ്പിറ്റൽ.